സാധാരണ രീതിയിൽ ഒരു സംരംഭം തുടങ്ങുക, ഒരു സ്ഥാപനം തുടങ്ങുക, അല്ലെങ്കിൽ പുതിയൊരു ഫാക്ടറി തുടങ്ങുക എന്നുള്ളതൊക്കെ പറയുന്നത് വളരെ എളുപ്പമാണെന്നൊക്കെ ആദ്യഘട്ടത്തിൽ പറയും. എന്ത് കാര്യങ്ങൾക്കും ഇപ്പോൾ ഒരു ഉടനെ ഇവിടെ തുടങ്ങാനുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വളരെ സിമ്പിളാണെന്നൊക്കെ ആദ്യം പറയുമായിരുന്നു. മറ്റൊരു വിഭാഗം പറയുമായിരുന്നു, ഇവിടെ എന്ത് സംരംഭം തുടങ്ങാൻ ആഗ്രഹിച്ചാലും പൈസയുടെ പ്രശ്നമുണ്ട്. പക്ഷേ ഐഡിയയും കാര്യങ്ങളും എല്ലാം കയ്യിലുണ്ട്. പക്ഷെ എന്നാൽ പൈസ ഒരു പ്രശ്നമാകുന്നു, ഫണ്ട് ഒരു ഇഷ്യൂ ആകുന്നു, അതുകൊണ്ട് പലതും തുടങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ള തരത്തിലെല്ലാം വളരെ രീതിയിലുള്ള ആശങ്കകളും പ്രതിസന്ധികളും ഒക്കെ പലരും പങ്കുവയ്ക്കാറുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പണം തരാനായിട്ട് സർക്കാർ ഏജൻസികളുണ്ട്. നിങ്ങളൊരു നല്ലൊരു സംരംഭമായിട്ട് വരൂ, കൃത്യമായൊരു വിവരങ്ങളുമായിട്ട് വരൂ, ഞങ്ങൾ ഫണ്ട് തരാം എന്നാണ് സർക്കാർ പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികൾ വികസനത്തിലും സംരംഭകത്വ വികസനത്തിലും നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ വലിയ തോതിലുള്ള സംരംഭകത്വ വികസനത്തിനുള്ള പ്രീമിയർ ഏജൻസി എന്ന നിലയിൽ KSIDC നമുക്ക് കുറേ ആനുകൂല്യങ്ങൾ, കുറേ സംവിധാനങ്ങൾ, കുറേ സൗകര്യങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. എന്താണ് KSIDC? കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതാണ് KSIDC. കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് പുതിയ മാറ്റങ്ങളാണ് KSIDC കേരളത്തിൻ്റെ വ്യവസായ ലോകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രോസസ്സും സിസ്റ്റവുമാണ് ഒരു ബിസിനസ് പ്രോസസ്സിങ്ങിൽ വളരെ പ്രധാനപ്പെട്ടത്. ആ പ്രോസസ്സും സിസ്റ്റവും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രകടമായ മാറ്റങ്ങൾക്ക് ഇങ്ങനെ വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ടൈമിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സംരംഭകർക്ക് ഏതെല്ലാം കാര്യങ്ങളാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് കണ്ടെത്തുക, അത് സുഗമമാക്കുന്നതിനുള്ള നടപടികൾ ലഘൂകരിച്ച് നൽകുന്നതുകൊണ്ടാണ് വ്യവസായ വകുപ്പ് നിരവധി നിയമ ഭേദഗതികൾ KSIDC വഴി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫലമായിട്ട് ഇന്നിപ്പോൾ ഒരു സംരംഭം തുടങ്ങുക എന്നത് ഈസി പ്രോസസ്സാണ്. ശരിക്കും വളരെ ഈസിയാണ്. അതായത് പാൻഡമിക് കാലം എന്ന് പറയുന്നത് കോവിഡ് തുടങ്ങിയതിന് ശേഷമുള്ള 2018 കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കേരളത്തിൽ ശരിക്കും 2018 മുതൽ ഇങ്ങോട്ടേക്ക് 18-19 കാലഘട്ടങ്ങളെല്ലാം ഉണ്ട്. പാൻഡമിക് കാലത്ത് KSIDC നൽകുന്ന സഹായങ്ങൾ വളരെ വലുതായിരുന്നു. 2018 മുതലേ കേരളം വിവിധ പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ടിട്ടുണ്ട്, പ്രളയമടക്കമുള്ളവർ. സർക്കാരും KSIDCയും സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് സംരംഭകർക്ക് സഹായം നൽകാം എന്നതിൻ്റെ അതങ്ങനെ ആലോചിച്ചതിൻ്റെ ഫലമായിട്ടാണ് 2020 തന്നെ കോവിഡ് പാക്കേജ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ കോവിഡ് സമാശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി തന്നെ വീണ്ടും അസംബിൾ ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടം മുതൽ കോവിഡ് പശ്ചാത്തലത്തിൽ ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ലോണ് റീഷെഡ്യൂൾ ചെയ്യുന്നതടക്കം, അതുപോലെ മൊറട്ടോറിയം, പലിശ നിരക്കിലുള്ള ഇളവുകൾ, അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ തുടങ്ങിയ വിവിധ പദ്ധതികൾ KSIDC വഴി വ്യവസായ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂ എടുത്തുകൊണ്ടിരുന്നുണ്ട്. പൂട്ടിയിട്ടിരിക്കുന്ന സംരംഭങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചതാണ് വർക്കിംഗ് ക്യാപിറ്റലാണ്. പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ നമ്മൾ മുടങ്ങിപ്പോയതായിരിക്കും. കോവിഡ് ആയിരിക്കും ഒരു കാരണം, അല്ലെങ്കിൽ പ്രളയമായിരിക്കും കാരണം, അല്ലെങ്കിൽ തൊഴിൽപരമായ മറ്റു പ്രശ്നങ്ങളായിരിക്കാം കാരണം, അതും അല്ലെങ്കിൽ മറ്റ് നാട്ടിൽ പല ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് പലതരത്തിലും മുടങ്ങിപ്പോയിട്ടുണ്ടാകും. ഈ കുറഞ്ഞ മാനദണ്ഡങ്ങളിൽ 2 കോടി രൂപ വരെയുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ നൽകുന്നു എന്നുള്ളതാണ് KSIDCയെ വ്യത്യസ്തമാക്കുന്നത്. വിദേശത്തു നിന്നും വരുന്ന, അതായത് NRIകൾ നമ്മൾ പറയണം, നമ്മുടെ വിദേശത്തു നിന്നും വരുന്ന സഹോദരങ്ങൾക്ക്, അവർക്ക് കേരളീയർക്ക്, മലയാളികളായവർക്ക് നോർക്ക മുഖേന സഹായം നൽകുന്നുണ്ട്. വിദേശത്ത് നിന്ന് വന്ന് തിരിച്ചു പോകാൻ സാധിക്കാത്ത NRI അഥവാ NRK ബിസിനസ്സുകാരെ നോർക്ക വഴി കണ്ടെത്തുന്നു. NRI ബിസിനസ്സുകാരെ ഇവിടുന്ന് വിദേശത്ത് പല കാരണങ്ങൾ കൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. തൊഴിലില്ലായ്മ കൊണ്ട്, ഇപ്പോൾ ആ നാട്ടിൽ തദ്ദേശീയമായുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തിരിച്ചു വന്നവരുണ്ട്, കോവിഡ് കൊണ്ട് തിരിച്ചു വന്നവരുണ്ട്, മറ്റു പല പാൻഡമിക്കുകൾ കൊണ്ട് തിരിച്ചു വന്നവരുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഒരു സഹായം നൽകാനായിട്ട് ഒരു പ്രത്യേക സംവിധാനം നോർക്ക വഴി നടപ്പിലാക്കിയിട്ടുണ്ട്. അവർക്കായിട്ട് 100 കോടി രൂപയുടെ ഒരു പ്രത്യേക കോവിഡ് പാക്കേജ് നോർക്കയുമായി ചേർന്ന് രൂപീകരിച്ചിട്ടുണ്ട് KSIDC. ഈ പാൻഡമിക് കാലത്ത് സംരംഭകർക്കായി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളത്. അതൊക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും KSIDC വ്യവസായ വകുപ്പിന്റെ സഹായത്തോടെ, സഹകരണത്തോടെ രണ്ടുപേരും കൂടെ ജോയിന്റ് ആയിട്ടാണ് ഈ പരിപാടികൾ ചെയ്തു കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ മികച്ച സംഭാവനകളായ വനിതാ സംരംഭകർക്കായി KSIDC പ്രഖ്യാപിച്ചിട്ടുള്ള പ്രത്യേക നിരവധി പാക്കേജുകളും നിലവിലുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലി KSRTCയുടെ പരിസര സ്റ്റാൻഡുകളുടെ അടുത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അവിടെ പോയിട്ടുള്ള ഒരു യാത്ര ചെയ്തവർക്കറിയാം, അവിടെ വി സ്പേസ് വുമൺ എനർജി സ്പേസ് എന്ന പേരിൽ അങ്കമാലിയിൽ എക്സ്ക്ലൂസീവായിട്ട് സ്പേസ് വിത്ത് വെരി എന്ന് പറഞ്ഞൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്ത്രീകൾക്കുള്ള ഒരു ഇതാണ് ആ സ്പേസ്, ആ സ്ഥലം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു മിനിമം റേറ്റിലാണ് ഇവർ കൊടുക്കുന്നത്, ഈ പറയുന്ന പ്രൈസ് കൊടുക്കുന്നത്. അങ്കമാലി പോലുള്ള ഒരു സ്ഥലത്ത് തുടക്കത്തിൽ സ്ക്വയർ ഫീറ്റിന് 4 രൂപ ഈടാക്കിയാണ് വി സ്പേസ് തുടങ്ങിയത്. ഇപ്പോഴും പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പലപ്പോഴും പല ഘട്ടത്തിൽ കേട്ടിട്ടുണ്ടാകും, പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ തിരക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഈ ഘട്ടത്തിലാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവുമായിട്ട് KSIDC രംഗത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വനിതാ സംരംഭകർക്ക് വേണ്ടി കുറഞ്ഞ റേറ്റിൽ അടിസ്ഥാന സൗകര്യം ഇവിടെ ലഭ്യമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സാമ്പത്തിക കാര്യത്തിൽ KSIDC എല്ലാ വർഷവും വനിതാ സംരംഭകരെ കണ്ടെത്തി അവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പാ സൗകര്യം നൽകാറുണ്ട്. ഇപ്പോൾ 2021-22 കാലയളവിൽ 2 കോടി രൂപ ഇതിനായി നീക്കി വെച്ചിരുന്നു. 25 ലക്ഷം രൂപ വീതം
സ്റ്റാർട്ടപ്പുകൾക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു വനിതാ സംരംഭകർക്കും ഒരു കൈത്താങ് എന്ന നിലയിൽ ഇവർ നൽകി വരുന്നത്. അതായത് പുതിയ വനിതകളുടെ സ്റ്റാർട്ടപ്പിനാണ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ നൽകി വരുന്നത്. ഇതിന് പുറമെ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി മാത്രം 10-11 കോടി രൂപ ഇവർ മാറ്റിവെച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതെന്നുവെച്ചാൽ ഓരോ സമയത്തും എങ്ങനെയാണോ ആവശ്യങ്ങൾ വരുന്നത്, ഏത് തരത്തിലുള്ള ആവശ്യക്കാരാണ് വരുന്നത് എന്നുള്ളതിനെ എല്ലാം അടിസ്ഥാനമാക്കി എന്നതിനെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനവുമായിട്ട് വ്യവസായ വകുപ്പും KSIDC മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ സംരംഭകർ വരാനായിട്ടുള്ള എല്ലാ പിന്തുണയും സാമ്പത്തികം മാത്രമാണെന്നില്ല, അതോടൊപ്പം തന്നെ ടെക്നിക്കലാണ്, മറ്റ് ക്ലിയറൻസ് അടക്കമുള്ള കാര്യങ്ങൾ സപ്പോർട്ടും KSIDC ആണ് ഒരുക്കുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ പണം ഉണ്ടായാലും ചിലപ്പോൾ നമുക്ക് ഒരു നാട്ടിലൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ട ടെക്നിക്കലായ സപ്പോർട്ട് കൊടുക്കും. മറ്റ് പേപ്പർ വർക്കുകൾ, നിയമപരമായ മറ്റ് പേപ്പർ വർക്കുകൾ, ഇത്തരം സംവിധാനങ്ങളെല്ലാം KSIDC നൽകുന്നുണ്ട്. അതായത് സ്റ്റാർട്ടപ്പുകൾക്ക് വിവിധ തരത്തിലുള്ള പ്രോത്സാഹന പദ്ധതികളാണ് വ്യവസായ വകുപ്പും KSIDC കേരള സർക്കാരും സ്വീകരിച്ചു വരുന്നത്. ഇതിന് വലിയൊരു മാനദണ്ഡത്തിന്റെ വലിയൊരു പ്രശ്നമൊന്നും വരാനില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വലിയ നൂലാമാലയൊന്നും അല്ല ഇത്തരം പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. മിക്കവാറും സ്റ്റാർട്ടപ്പുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന പോലെ തന്നെ IT അല്ലെങ്കിൽ IT റിലേറ്റഡ് മേഖലയിലാണ് വന്നിട്ടുള്ളത്. കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലാണ് സ്റ്റാർട്ടപ്പുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് IT അല്ലെങ്കിൽ IT മേഖലയായി ബന്ധപ്പെട്ടാണ്. KSIDC പ്രത്യേകിച്ച് ഒരു ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് ഓറിയന്റഡ് ആണ്. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നോവേഷൻ, സർവീസ് സെക്ടറും ഇതിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഊന്നൽ കൊടുക്കുന്നത് ഫിൻടെക്, ബയോടെക്, ലൈഫ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് ആണ് പൊതുവെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വരുന്ന ഒരു മേഖല. അതായത് KSIDC കൂടുതലായിട്ടും ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധ കൊടുത്തു വരുന്നത്. ഇതിനകത്ത് മറ്റ് സ്റ്റാർട്ടപ്പുകൾക്ക് ലോൺ കൊടുക്കില്ല എന്നോ അല്ലെങ്കിൽ അവർക്ക് ഫണ്ടിങ് ചെയ്യില്ല എന്നൊന്നുമല്ല, കൂടുതൽ തൊഴിലവസരങ്ങൾ എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഫാക്ടറി തുടങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അതിലേക്ക് തൊഴിലാളികളെയും മറ്റും ആവശ്യമായിട്ട് വരും. തൊഴിലവസരങ്ങൾ കൂടുതലാണ്. പ്രൊഡക്ഷൻ, അതിൻ്റെ മാർക്കറ്റിംഗ്, അങ്ങനെ എന്തായാലും ഡിഫറൻ്റ് ആയ ഒത്തിരി തൊഴിലവസരങ്ങൾ ഇതിനകത്തുണ്ട്. മറിച്ച് ഒരു IT കമ്പനി എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ആളുകളുടെ എണ്ണം, തൊഴിൽ സാധ്യതകളുടെ എണ്ണം അല്ലെങ്കിൽ തൊഴിലിൽ എത്തുന്ന തൊഴിലാളികളുടെ എണ്ണം എന്ന് പറയുന്നത് കൗണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ അല്ലെങ്കിൽ പ്രോസസിംഗ് യൂണിറ്റുകളെ കൂടുതലായിട്ടും KSIDC സപ്പോർട്ട് ചെയ്യുന്നത്. അത് മറ്റൊന്നിനും കൊടുക്കില്ല എന്നല്ല, അതിന് കൊടുക്കും. എംപ്ലോയ്മെന്റിന് ശരിക്കും ഊന്നൽ കൊടുക്കുമ്പോഴും മാനുഫാക്ചറിങ് ആയാലും അല്ലെങ്കിൽ IT ആയാലും എന്തിനാണെങ്കിലും നമ്മൾ പറയുമല്ലോ, തുടക്കം നന്നായാലും എല്ലാം നന്നാകും. ഇതെന്തായാലും നല്ലൊരു പ്രോജക്റ്റ് ഉണ്ടായിരിക്കണം. കൃത്യമായ ഒരു പ്രോജക്റ്റ് നന്നായാൽ മാത്രമാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു സംരംഭമായിട്ട് അല്ലെങ്കിൽ സംരംഭമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രോജക്റ്റും പ്രോഡക്റ്റും സ്കെയിലബിളും മുന്നോട്ട് പോകുന്നതാണോ എന്ന് കണക്കിലെടുത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ KSIDC ഈ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതും മുന്നോട്ടുള്ള സഹായങ്ങൾ ഈ ആപ്ലിക്കൻറ്റിന് നൽകുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സംരംഭകൻ അപേക്ഷകൻ ആരാണോ അവർക്ക് നൽകുകയും ചെയ്യുന്നത്. രണ്ട് തരത്തിൽ കൃത്യമായി പരിശോധിച്ചിട്ടാണ് നൽകുന്നത്. അതുപോലെ തന്നെ പൊതുജന പരാതികൾ വരുന്ന ഇൻസ്പെക്ഷനിൽ തീരുമാനമെടുക്കുന്നത് വകുപ്പ് മേധാവിയാണ്. ഇപ്പോൾ ഒരു പ്രദേശത്ത് ഒരു സംരംഭം തുടങ്ങാൻ നേരത്ത് പൊതുജനങ്ങളിൽ നിന്നും പലതരത്തിലുള്ള എതിർപ്പുകൾ വരാം, പലതരത്തിലുള്ള പരാതികൾ വരാം, പൊല്യൂഷൻ്റെ വിഷയങ്ങൾ വരാം. ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്ന അതാത് വകുപ്പുകളുടെ മേധാവിമാരാണ്. ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരുമ്പോഴും നിയമം അനുശാസിക്കുന്ന നിരവധി ഇൻസ്പെക്ഷനുകൾ ഉള്ളതുകൊണ്ട് വ്യവസായ വകുപ്പ് ഒരു 3 അംഗ കമ്മിറ്റിയെ രൂപീകരിച്ചാണ് ഇത്തരം കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇതിൻ്റെ ഒരു വ്യവസായ വകുപ്പിൻ്റെ പ്രധാന കൺവീനറാണ് KSIDC എന്ന് പറയുന്ന സ്ഥാപനം. KSIDC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം ഇതിൻ്റെ ഒരു കൺവീനറാണ്. അതായത് കാലഹരണപ്പെട്ട നിയമങ്ങൾ പരിശോധിച്ച് ഏതൊക്കെ ഒഴിവാക്കാം, ഏതൊക്കെ പരിഷ്കരിക്കാം എന്നുള്ളതിൽ തീരുമാനമെടുക്കുന്നതിനാണ് ഈ കമ്മിറ്റിയെ സർക്കാർ വ്യവസായ വകുപ്പ് നിർവഹിച്ചത്. കമ്മിറ്റി നൽകുന്ന റിപ്പോർട്ടിൽ ഗവൺമെന്റ് തുടർ നടപടികൾ സ്വീകരിക്കും. ഇത് കൂടി ശരിക്കും പറഞ്ഞാൽ ഇത് കൂടി വരുമ്പോൾ ഇൻസ്പെക്ഷൻ പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനത്തിലേക്ക് മാറ്റും. എന്ന് വെച്ചാൽ ഇതിന്റെ കൗണ്ട് കൂടി കഴിയുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരുപോലെ പരിഗണിക്കാൻ ഗവൺമെന്റിന് ഇതിന് കഴിയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ ഫണ്ടിങ് കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ അപ്രതീക്ഷിത പരിശോധന ഒഴിവാക്കി കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആക്കുക എന്നതാണ് ഈ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതൊരു സംരംഭകനായാലും ഏതൊരു വ്യക്തിയാണെങ്കിലും ഇത്തരം കാര്യങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകുന്നതിന് ഇപ്പോൾ വ്യവസായ വകുപ്പും കേരള സർക്കാരും, കേരള സർക്കാരിൻ്റെ കീഴിലെ വ്യവസായ വകുപ്പും, വ്യവസായ വകുപ്പിൻ്റെ കീഴിലെ KSIDCയും, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സുതാര്യമായ രീതിയിൽ വളരെ ലളിതമായ നടപടിക്രമങ്ങളിലൂടെ ഏത് സംരംഭകനും ലോൺ ഫണ്ടിങ് തരപ്പെടുത്തി നൽകുന്നതിന്, അത് റെഡിയാക്കി നൽകുന്നതിന് പൂർണ്ണ സജ്ജമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെട്ട പോലെ തന്നെ KSSoft ഒക്കെ വന്നോട് കൂടി കഴിഞ്ഞാൽ, KSmart വന്നതോടുകൂടി നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഏത് കാര്യങ്ങളും വളരെ ലഘുവായിരിക്കുന്നു. അതോടൊപ്പം ഇത്തരം കാര്യങ്ങളുമായിട്ട് നമ്മൾ ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ നമുക്കും വളരാം, നമ്മുടെ വളരുന്ന കേരളത്തോടൊപ്പം. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി.